മത്തങ്ങ തറിയ ധൈര്യം ഇങ്ങ് വര പുറത്തേക്ക് ഇങ്ങ് വര. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കോയമ്പത്തൂർ ടു ഊട്ടി പോകുന്ന ഒരു കുഞ്ഞു വ്ലോഗാണ്. നമ്മൾ ആദ്യമൊക്കെ ലേസർ ഷോ കണ്ടിട്ട് അന്ന് കോയമ്പത്തൂർ സ്റ്റേ ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം ഒരു 8:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. എന്നിട്ട് നേരെ ഊട്ടിക്ക് വിട്ടു. മേട്ടുപ്പാളയം വഴി ഊട്ടിയാണ്, മസിനഗുഡി വഴി ഊട്ടിയല്ല. പിന്നെ ഈ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോകുന്നവരാണെങ്കിൽ എന്തായാലും ഇ പാസ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇ പാസ് എടുക്കാൻ എളുപ്പമാണ്. തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇ പാസ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനകത്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാൻ നേരത്തെ ഒരു OTP ജനറേറ്റ് ആകും. അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ ഓഫ് പാസഞ്ചേഴ്സും വെഹിക്കിൾ ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാൻ നേരത്ത് ഒരു ഇ പാസ് കിട്ടും. ബെറ്റർ ഓപ്ഷൻ നമ്മൾ നേരത്തെ ഓൺലൈൻ എടുത്തിട്ട് പോകുന്നതാണ് നല്ലത്. അവിടെ പോയും എടുക്കാൻ പറ്റും, പക്ഷേ അന്നത്തെ ബ്ലോക്ക് അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ട്രാവൽ ഡിലേ ആവുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് എലിഫന്റ് ക്രോസിംഗ് ബോർഡും ബൈസൺ ബോർഡും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആനേനൊന്നും കണ്ടില്ല, പക്ഷെ ബൈസനെ കണ്ട് അത് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. കോയമ്പത്തൂർ ടു ഊട്ടി വന്നിട്ട് അപ്രോക്സിമേറ്റ്ലി 85 കിലോമീറ്ററാണ്. അതായത് നമുക്കൊരു 3.5 hours to 4 hours ഓഫ് ജേർണിയാണ് ഉണ്ടായത്. നിങ്ങൾക്കറിയോ, ഊട്ടി എന്ന് പറയുന്നത് ഉദകമണ്ഡലത്തിൻ്റെ ഷോർട്ട് ഫോം ആണ്. എനിക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഒരു 12:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഊട്ടി എത്തിയത്. സോ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് ആദ്യം പോയത് റോസ് ഗാർഡനിലോട്ടാണ്. റോസ് ഗാർഡൻ ടിക്കറ്റ് ഫീ വന്നിട്ട് 75 rupees പെർ അഡൽട്ട് ആയിരുന്നു. ആൻഡ് പാർക്കിംഗ് ഫീ വന്നിട്ട് സെപ്പറേറ്റ് എക്സ്ട്രാ ആയിരുന്നു. ഭയങ്കര ക്ലീൻ ആയിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് കേട്ടോ ഈ റോസ് ഗാർഡൻ ഇവരിവിടെ നോക്കുന്നത്. ഏകദേശം 2 ഏക്കറിലാണ് ഈ ഒരു റോസ് ഗാർഡൻ വരുന്നത്. ആൻഡ് ഇത് ടെറസ് രീതിയിലാണ്, ഒരു 5 ടെറസ് ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ താഴോട്ടായിട്ട് ഇറങ്ങി പോവാം. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് റോസസ് ഉണ്ട്. ഇതിൻ്റെ സീസൺ വന്നിട്ട് നോർമലി April May ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്ലവർ ഷോ ഒക്കെ ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷേ എന്നാൽ കൂടി ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് റോസസ് ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ലൗഡേയിലും ഊട്ടി റെയിൽവേ സ്റ്റേഷനിലോട്ടുമാണ് പോയത്. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടേക്കണേ. ഈവനിങ് ഒരു 4:30 കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിക്ക് തണുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ജാക്കറ്റിനകത്ത് കയറി. എന്നിട്ട് നേരെ നമ്മൾ പോയത് ഊട്ടി ലേക്കിലാണ്. അപ്പോഴത്തേക്കും എൻ്റെ ഫോൺ ചാർജ് കയറുന്നു. പിന്നെ കൂടുതലൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എവിടെ പോയാലും മാഗി കഴിക്കുന്ന മസ്റ്റാണല്ലോ, പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സ്ഥലത്ത്. നമ്മൾ ഊട്ടി ലേക്കിന് തൊട്ടടുത്തുള്ളൊരു സ്റ്റേ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു, ഭയങ്കര ചില്ലിങ് തണുപ്പായിരുന്നു. 13 degree Celsius വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെയൊക്കെ കാറിലൊക്കെ ഇതുപോലെ ഫ്രോസ്റ്റ് ഉണ്ടായിരുന്നു, കുഞ്ഞ് ഐസ് പാർട്ടിക്കിൾസ് ഒക്കെ. അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞാനും അമ്മയും രാവിലെ ഊട്ടി ലേക്കിൻ്റെ അടുത്ത് നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് പരിപാടി ഇതായിരുന്നു, ഊതുക പുക വരുത്തുക. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ആദ്യം തന്നെ പോയത് നവാനഗർ പാലസിലോട്ടാണ്, നമ്മുടെ മിന്നാരം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. പക്ഷേ നമ്മുടെ ഗസ്റ്റ് ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ സാധാരണ പുറത്തുനിന്നെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഗൈഡിനോടൊക്കെ തിരക്കിയപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെയുള്ള പാലസിലൊക്കെ പോകണമെങ്കിൽ ഓണറിൻ്റെ പെർമിഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ആകെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളത് ഫേൺ ഹിൽസ് റോയൽ പാലസ് മാത്രമാണ്. ഇവിടെ 1:30 ശേഷം കഫേ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് കഫേ കയറാൻ വേണ്ടിയിട്ട് കയറാം, പക്ഷേ ബില്ല് കാണിക്കണം തിരിച്ചു വരുമ്പോൾ. പിന്നെ കറൻ്റ്ലി ഇതൊരു ലക്ഷറി റിസോർട്ടാണ്. 50 ഏക്കറിലിരിക്കുന്ന ഈ ഒരു പാലസ് വന്നിട്ട് 1844 കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. ആൻഡ് കറൻ്റ്ലി ഇതിനെ ഒരു ലക്ഷറി റിസോർട്ടായിട്ടാണ് കൺവേർട്ട് ചെയ്തേക്കുന്നത്. ഈ പാലസിനെ പറ്റി ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇത് നമ്മുടെ കിലുക്കം മൂവി ഷൂട്ട് ചെയ്ത പാലസാണ്. എന്തോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കൊണ്ട് വരയ്ക്കും. ഇവിടെ നിന്നപ്പം കിലുക്കം മൂവിയുടെ സീൻസൊക്കെയാണ് ഇങ്ങനെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നത്. എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു ഇത് കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ പാലസിൽ നിന്ന് ഇറങ്ങി നേരെ ടൗണിൽ പോയി. എന്നിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, ചോക്ലേറ്റ്സ് മേടിച്ചു, ഊട്ടി വർക്കി മേടിച്ചു. ഊട്ടി വർക്കി കഴിച്ചിട്ടുണ്ടോ? ഊട്ടി വർക്കി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണേ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. 120 rupees ആയിരുന്നു.
അങ്ങനെ നമ്മൾ ഊട്ടിക്ക് ടാറ്റ പറഞ്ഞ് നേരെ കൂണൂർക്ക് പോവുകയാണ്. കൂണൂർ നമ്മൾ മെയിനായിട്ടും ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ് കാണാനായിട്ടാണ് പോയത്. പക്ഷെ പോകുന്ന വഴിക്ക് ഫുൾ ഇതുപോലെ കുറേ തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. നമുക്ക് ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയായിരുന്നു. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മീന് ഡോൾഫിൻ നോസിലാണ്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം വന്നിട്ട് 9 to 6 PM ആണ്. ആൻഡ് ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 20 per person ആണ്. ആക്ച്വലി ഈ പ്ലേസിൻ്റെ ടോപ്പ് വ്യൂ വന്നിട്ട് ഡോൾഫിൻ്റെ നോസ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു പേര് കിട്ടിയത്. നമ്മൾ രാവിലെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 മണി 4 മണി ആ ഒരു സമയത്ത് വരികയാണെങ്കിൽ നല്ല കോടയായിരിക്കും എന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടത്. ആൻഡ് ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ദൂരത്തുനിന്ന് ഒരു വാട്ടർഫോളൊക്കെ കാണാൻ പറ്റും. നല്ല ഹൈറ്റിലുള്ളൊരു വാട്ടർഫോളാണ്. അതിൻ്റെ പേര് വന്നിട്ട് കാത്തറിൻ വാട്ടർഫോൾസ് എന്നാണ്. ഹായ് ഗൈസ്, നമ്മളിപ്പം ഡോൾഫിൻ നോസിലാണ് നിൽക്കുന്നത്. കണ്ട ഈ കാണുന്ന വൈറ്റ് ബോട്ടിൽസ് എല്ലാം വെളിച്ചെണ്ണയാണ് കേട്ടോ. തണുപ്പ് കാരണം ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ടാറ്റ ഊട്ടിയൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് ആ പുള്ളിയെ കണ്ടത്. നമ്മൾ ബൈസിനെ കണ്ടു, ഒരു കാട്ടുപോത്തിനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഊട്ടി വ്ലോഗ്. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും കമൻറ്റ് ചെയ്തേക്കണേ. ആൻഡ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ടാറ്റ ബൈ ബൈ.